കൺവെൻഷനിൽ ഇന്നലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി ചോദിക്കുന്ന ഒരു മുത്തമായിരുന്നു. സമൂഹ മാധ്യമങ്ങളൊക്കെ അതിന് വൈറലായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യമേ ആണയിട്ട് പറയുന്നല്ലോ, ഞങ്ങൾക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്, ഒരു കൈയായി ഒരു മെയ്യായി ഒരുമിച്ച് ഞങ്ങൾ പ്രവർത്തിക്കും. നിങ്ങൾക്ക് ആ അഭിപ്രായ വ്യത്യാസമൊക്കെ മാറിയല്ലോ. ഇന്നലെ ഞങ്ങൾ മുത്തം കൊടുത്തു, ഞങ്ങൾ നല്ല ട്രെൻഡാണ്, നല്ല ഓളാണ്. ഇന്നലെ നിങ്ങൾ അത് കഴിഞ്ഞ ഉടനെ നിങ്ങളുടെ വാർത്ത പാണക്കാട് കുടുംബത്തിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. ഇന്നിപ്പോ അതിന് ഞങ്ങൾ മറുപടി പറയാണ്. പാണക്കാട് കുടുംബത്തിലെ നമ്മുടെ ജില്ലാ പ്രസിഡന്റ് തന്നെയാണ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ് ഈ പര്യടനത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് എതിരാളികൾ ഇവിടെ ആരുമില്ല. എതിരാളികളില്ലാത്ത ഏകപക്ഷീയമായ ഒരു പോരാട്ടമാണ്. നിങ്ങൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള പല വാർത്തകളാണ്, അടിസ്ഥാനമില്ലാത്ത അവാസ്തവമായ വാർത്തകൾ മാത്രമാണ് ഞങ്ങളെ സംബന്ധിച്ചുള്ള ഞങ്ങൾക്ക് എതിർപ്പായിട്ടുള്ളത്. അതുകൊണ്ട് ആ സത്യസന്ധമായ വാർത്തകൾ കൊടുക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. വളരെ ആവേശകരമായി ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി ഏകപക്ഷീയമായ മത്സരത്തിൽ വലിയ മുന്നേറ്റത്തിൽ വിജയിക്കുന്ന സാഹചര്യമാണ് ഇവിടെ. പ്രകാശിന്റെ വീട്ടിലുൾപ്പെടെ പോയി. അപ്പോൾ ആ സമയത്ത് പറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥി എന്തുകൊണ്ടാണ് ഈ വീട്ടിലേക്ക് എത്താത്തതെന്ന ചോദ്യം അൻവർ ഉന്നയിച്ചിരുന്നു. അതിലെന്താണ് മറുപടി? അല്ല, ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹത്തിന് എവിടെയും പോകാലോ. അങ്ങനെ അദ്ദേഹം എല്ലായിടത്തും പോയി. ശ്രീ ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ആദ്യം പോയത് മുക്കട്ട, അദ്ദേഹത്തിന്റെ പിതാവ് അന്തി ഉറങ്ങുന്ന മുക്കട്ട ജുമാ മസ്ജിദിലാണ്. ഇതിനുശേഷം അദ്ദേഹം പ്രകാശേട്ടന്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ചതിന് ശേഷം തന്നെയാണ് ഞങ്ങളുടെ പ്രചരണം ആരംഭിച്ചിട്ടുള്ളത്. ബാക്കി അദ്ദേഹം വീടുകളിൽ പോകുന്നതും പ്രധാനപ്പെട്ട ആളുകളെ കാണുന്ന പരിപാടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് എല്ലായിടത്തും